നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കാരിയ കമ്മീഷനാണ്. ഇന്ത്യൻ ഫെഡറലിസത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണ് സർക്കാരിയ കമ്മീഷൻ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ടെൻഷൻസിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ടെൻഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ സംബന്ധിച്ച് പഠിക്കുന്നതിനും ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ നേച്ചറിനെ സംബന്ധിച്ചും അതിനുള്ളിലുള്ള ഇഷ്യൂസിനെ സംബന്ധിച്ചും പഠിച്ച് ഒരു റെക്കമെൻഡേഷൻ നൽകുന്നതിന് വേണ്ടി 1983 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്, ഒരു കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ജസ്റ്റിസ് RS സർക്കാരിയ ആയിരുന്നു ഈ കമ്മീഷന്റെ ചെയർമാൻ. അതുകൊണ്ടാണ് ഇത് സർക്കാരിയ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ ജസ്റ്റിസ് RS സർക്കാരിയ ചെയർമാൻ ആയിട്ടുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ചലഞ്ചസിനെ സംബന്ധിച്ചിട്ട് പഠിക്കുകയും അതിനു വേണ്ടുന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. So the commission submitted the report in October 1987 and was published in 1988. The report contains 247 recommendations spreading over state relations, role of governor for president's provisions, deployment, പ്രധാനപ്പെട്ട സർക്കാരിയ കമ്മീഷൻ. അതിൽ ചില പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ, സർക്കാരിയ കമ്മീഷന്റെ ചില റെക്കമെൻഡേഷൻ നമുക്ക് നോക്കാം. It favored the retention of strong center and firmly rejected the demand for curtailment of the power of center in interest of national unity and integrity. So ഒരു സെന്റർ ഓറിയന്റഡ് ആയിട്ടുള്ള, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റം ആണ് നമ്മൾ നടപ്പിലാക്കിയത്. അധികാരം പരിപൂർണമായും സെന്ററിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇന്ത്യൻ ഫെഡറലിസത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സർക്കാരിയ കമ്മീഷൻ ഒരു സ്ട്രോങ് സെന്റർ സംവിധാനം നിലനിർത്തുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ അത് രാഷ്ട്രത്തിന്റെ നാഷണൽ യൂണിറ്റിക്കും ഇന്റഗ്രിറ്റിക്കും, പ്രത്യേകിച്ചും ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാഷ്ട്രത്തില് ഒരു സ്ട്രോങ് സെന്റർ ഉള്ളപ്പോഴാണ് ഈ ഒരു ഫെഡറൽ സംവിധാനത്തിനെ ശരിയായ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ he favored the retention of strong center. Then the commission rejected the demand for transfer of certain state subjects to concurrent list and held that the center should consult the states on concurrent subjects. സ്റ്റേറ്റ് സബ്ജക്റ്റിൽ പെടുന്ന ചില കാര്യങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിരുന്നു. അത്തരത്തിലുള്ള ഡിമാൻഡുകളെയൊക്കെ സർക്കാരിയ കമ്മീഷൻ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിന് മേലെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന സമയത്ത് അവിടെ സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടാവേണ്ടതിന്റെ അനിവാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൺകറന്റ് ലിസ്റ്റിൽ രണ്ട് ഗവൺമെന്റുകളും നിയമം നിർമ്മിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സബ്ജക്റ്റിന് മേലെ നിയമം നിർമ്മിക്കുമ്പോൾ സ്റ്റേറ്റുകളെ കൂടി കൺസൾട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുള്ള ഒരു നിർദ്ദേശം ഇവിടെ സർക്കാരിയ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. Then commission did not favor restriction on powers of the center to deploy armed forces in the state, even though it favored consultation with the concerned state governments before these forces were actually deployed in these states. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനമായും ഉള്ള ഒരു ആരോപണമാണ് സംസ്ഥാനങ്ങളില് ആംഡ് ഫോഴ്സസിനെയും പാരാമിലിറ്ററി ഫോഴ്സസിനെയും ഡിപ്ലോയ് ചെയ്യുന്നതിനുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരം. എന്നാൽ അത് അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാം എന്നുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. അത് സംസ്ഥാനങ്ങളുടെ കൂടി അനുവാദത്തോടുകൂടിയും കൺസൾട്ടേഷനോട് കൂടിയിട്ടും ചെയ്യാവുന്നതാണ്. എന്നാലും ഈ പറയുന്ന ഒരു അധികാരത്തിനെ മാറ്റി നിർത്തേണ്ടതില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്
ഒരു ആംഡ് റിബല്യൻ പോലെയുള്ള ഒരു സംവിധാനം, ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അതിനെ പരിഹരിക്കുന്നതിനായിട്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കേന്ദ്രത്തിൻ്റെതായിട്ടൊരു സഹായം ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ സേനയെ സംസ്ഥാനത്ത് വിന്യസിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് നിലനിർത്തി പോകാം എന്ന് സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നു. Then it favored greater cooperation between the center and the state. എപ്പോഴും വളരെ ഫീസിബിൾ ആയിട്ടുള്ള, എപ്പോഴും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരു സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നന്നാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പോളിസികൾ രൂപീകരിക്കുന്ന സമയത്തും പ്ലാനുകൾ ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ അതിന്റെ ഇംപ്ലിമെന്റേഷനിലും ഒക്കെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഒരു കോപ്പറേഷൻ നിലനിർത്തണം. ആ രീതിയിലുള്ള ഒരു സംവിധാനമാകണം ഇന്ത്യൻ ഫെഡറലിസം എന്നാണ് ഇവിടെ ജസ്റ്റിസ് R.S. സർക്കാരിയ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന്, ഈ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ ബിറ്റ്വീൻ ദി സെന്റർ ആൻഡ് സ്റ്റേറ്റ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കണം എന്ന് പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരിയ കമ്മീഷനിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1989 അതോടൊപ്പം തന്നെ ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ 1990 ഈ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലെ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകുന്നത് സർക്കാരിയ കമ്മീഷനാണ്. Then the report rejected the demand for the abolition of the office of the governor. ഗവർണറുടെ അപ്പോയിന്റുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു ആരോപണം. എന്നാൽ നിലവിൽ എങ്ങനെയാണോ ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആ ഒരു രീതി തുടർന്നുകൊണ്ട് തന്നെ പോകുന്നതിനാണ് സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഓഫീസ് അബോളിഷ് ചെയ്യണം എന്ന് പറയുന്നതിനെ സർക്കാരിയ കമ്മീഷൻ റിജക്ട് ചെയ്തു. Then the report did not agree with the demand for major changes in the scheme of distribution of financial resources as provided in the Constitution. ഭരണഘടനാപരമായിട്ട് നൽകിയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അത് ഏത് രീതിയിലാണോ നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ മതിയാകും. കാരണം ഈ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂഷനിൽ മേജർ പോർഷൻസും സെൻട്രൽ ഗവൺമെന്റിന്റെ കൈകളിലേക്കാണ് പോകുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിട്ട്, ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ടു ദി സെൻട്രൽ ഗവൺമെന്റ് എന്ന നിലയിലാണ് ഈ ഒരു സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള ഒരു ഓട്ടോണമി ഉണ്ടാകുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നതിനും വിരുദ്ധമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സർക്കാരിയ കമ്മീഷൻ പറയുന്നത് ആ രീതിയിൽ ഭരണഘടനയിൽ ഇപ്പോൾ എന്താണോ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ മതി എന്നാണ് സർക്കാരിയ കമ്മീഷൻ പറയുന്നത്. Then the report turned down the demand for doing away Article 356 of the Constitution, under which president rule could be imposed on a state on grounds of breakdown of constitutional machinery. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലെ ഏറ്റവും ടെൻഷൻ ഏരിയ ആണ് ആർട്ടിക്കിൾ 356. ദാറ്റ് മീൻസ് imposing president rule in a state on the ground of breakdown of constitutional machinery. ഭരണഘടനാപരമായ സ്ഥാപനത്തിന്റെ പരാജയത്തെ തുടർന്ന് ആ സംസ്ഥാനത്ത് എമർജൻസി പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം പ്രസിഡന്റിന് നൽകുന്നത് ആർട്ടിക്കിൾ 356 ഇത് പലപ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള വിദ്വേഷങ്ങളും വിരുദ്ധാഭിപ്രായങ്ങളും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സെൻട്രൽ ഗവൺമെന്റ് തങ്ങൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിഷനുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വലിയ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. എന്നാൽ അത് മാറ്റി നിർത്തേണ്ടതാണ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്ന പലതരത്തിലുള്ള ഡിമാൻഡുകൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. എന്നാൽ സർക്കാരിയ കമ്മീഷൻ ആർട്ടിക്കിൾ 356 മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല,
അത് ഭരണഘടനാപരമായി പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതേ സമയത്ത് സർക്കാരിയ കമ്മീഷൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വളരെ എക്സ്ട്രീം കേസസിൽ മാത്രമേ ഈ പറയുന്ന ആർട്ടിക്കിൾ 356 ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്ന് ഇവിടെ സർക്കാരിയ കമ്മീഷൻ പറയുന്നു. Then the report rejected the demand for disbanding all India services on the ground that it would greatly undermine the unity and integrity of the nation. ഒരു ഏകീകൃത അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കേണ്ടതില്ല. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷനോ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണെന്ന് പറയുന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ ഫെഡറലിസത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇവിടെ സർക്കാരിയ കമ്മീഷണർ റിപ്പോർട്ടിൽ പറയാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ യൂണിറ്റിയും ഇന്റഗ്രിറ്റിയും നിലനിർത്താൻ പറ്റുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് ഒരു ഏകീകൃത അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നുകൂടിയാണ് ഓൾ ഇന്ത്യ സർവീസ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യേണ്ട, അബോളിഷ് ചെയ്യേണ്ടതില്ല. Then the report suggested that the leaders of the majority party in the legislature should be appointed as chief minister. If no single party enjoyed a clear-cut majority in the state legislature, the person who was likely to command a majority in the assembly be appointed chief minister by the government. The chief minister should seek a majority vote in the assembly within 30 days. സംസ്ഥാനത്തെ ഭരണനിർവഹണത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ഒരു ബ്രേക്ക് ഡൗൺ എന്ന നിലയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരു ജനറൽ ഇലക്ഷൻ കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഗവൺമെന്റ് രൂപീകരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഒരു പാർട്ടിക്കും ഒരു ക്ലിയർ കട്ട് മജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണോ കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ളത്, അതായത് ഒരു മജോറിറ്റി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ അവർക്കത് ക്ലെയിം ചെയ്യുകയും അവരുടെ ലീഡറിനെ ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാനും ഗവർണർക്ക് അധികാരമുണ്ട്. പക്ഷെ ആ ചീഫ് മിനിസ്റ്റർ 30 ദിവസത്തിനുള്ളിൽ നിയമനിർമ്മാണ സഭയിൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് തെളിയിക്കണം എന്ന് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ദ കമ്മീഷൻ റെക്കമെൻഡ്സ് ദാറ്റ് in dealing with the state bill presented to governor under Article 200, he should not act contrary to the advice of the Council of Ministers, because personally he does not like the policy embodied in the bill. Bill should be reserved only in exceptional circumstances. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും ഗവർണറുടെ റോളിനെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന ഒരു ബില്ല് പ്രസിഡന്റിന് വേണ്ടി റിസർവ് ചെയ്യാനുള്ള അധികാരം ഗവർണറെ ഏൽപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ സർക്കാരിയ കമ്മീഷൻ പറയാണ് അത് വളരെ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നൽകുന്ന അഡ്വൈസ് അത് ഗവർണർക്ക് പേഴ്സണലി അഭിപ്രായ വ്യത്യാസമുള്ളവയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഗവർണർക്ക് പേഴ്സണലി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ ബില്ലിൽ അടങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് ഗവർണർ അംഗീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏറ്റവും എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ മാത്രം അത് പ്രസിഡന്റിന് വേണ്ടി റിസർവ് ചെയ്താൽ മതിയാകും. അതല്ല എങ്കിൽ സംസ്ഥാനത്തിലെ ജനപ്രതിനിധി സഭയിൽ നിന്നും തെരഞ്ഞെടുത്ത് വന്നിട്ടുള്ള ഗവൺമെന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നൽകുന്ന അഡ്വൈസ് ഗവർണർ പാലിക്കേണ്ടതാണ് എന്ന് ഇവിടെ പറയും. Then the report furthered the implementation of the 3-language formula throughout the country and stressed special steps for
activating the Linguistic Minorities Commission. And it favored relaxation of central control over the radio and television and wanted greater decentralization of authority in matters of day-to-day operation. രാജ്യത്ത് 3 ലാംഗ്വേജ് ഫോർമുല നടപ്പിലാക്കുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കമ്മീഷൻ ചില സ്പെഷ്യൽ സ്റ്റെപ്സും ആക്ടിവിറ്റീസും ഒക്കെ എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക കമ്മീഷൻ തന്നെ, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് കമ്മീഷൻ തന്നെ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടും സർക്കാരിയ കമ്മീഷൻ പറയും. ഇത്രയാണ് സർക്കാരിയ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ സർക്കാരിയ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പറയുമ്പോഴും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില തർക്കങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ചില റിലാക്സേഷൻസ് നൽകുകയും അതോടൊപ്പം തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫെഡറൽ സിസ്റ്റത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് രാഷ്ട്രത്തിന്റെ യൂണിറ്റിക്കും ഇന്റഗ്രിറ്റിക്കും നന്നാവുക എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് സർക്കാരിയ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്.